നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ വിറപ്പിച്ച 23 വയസ്സുകാരന്റെ കൊടും ക്രൂരതയിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്. വെഞ്ഞാറമൂട് പേരുമലയിൽ വീട്ടിൽ തലയ്ക്കും മുഖത്തും അടിയേറ്റ് വികൃതമായ നിലയിലാണ് 3 പേരെയും കണ്ടെത്തിയത്. ഇതിൽ 9ാം ക്ലാസ്സുകാരൻ അഫ്സാന്റെ മൃതദേഹത്തിന് ചുറ്റും 500 രൂപയുടെ നോട്ടുകൾ വിതറിയ നിലയിലായിരുന്നു. സ്വീകരണ മുറിയിൽ നിലത്ത് കിടന്നിരുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം. അടുത്ത മുറിയിലായിരുന്നു ഷെമി പരിക്കേറ്റ് കിടന്നിരുന്നത്. ഇവർ കണ്ണു തുറക്കുന്നത് കണ്ടാണ് പോലീസ് അതിവേഗം ആശുപത്രിയിലെത്തിച്ചത്. മുകളിലത്തെ നിലയിൽ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ഫർസാനയുടെ മൃതദേഹം കണ്ടെത്തിയത്. പെൺസുഹൃത്തിനെയും സഹോദരനെയും കൊലപ്പെടുത്തുന്നതിന് മുൻപ് 14കാരനായ അഫ്സാന് ഭക്ഷണം വാങ്ങി നൽകിയിരുന്നു. വെഞ്ഞാറമൂട്ടിലെ ഹോട്ടലിലെത്തി കുഴിമന്തി വാങ്ങിക്കൊടുത്തു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുശേഷമായിരുന്നു കൊടും ക്രൂരത. ഈ അഫാൻ കൊലപ്പെടുത്തിയ പെൺസുഹൃത്ത് ഫർസാന പഠിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കൊല്ലത്ത് PGക്ക് പഠിക്കുന്ന ഫർസാന ട്യൂഷന് പോകുന്നുവെന്നാണ് വീട്ടിൽ പറഞ്ഞത്. പഠനത്തിന് ശേഷമാകാം ഈ അഫ്സാനോടൊപ്പം അയാളുടെ വീട്ടിലേക്ക് പോയത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫർസാനയുമായി അഫ്സാൻ വീട്ടിലെത്തിയപ്പോൾ തർക്കമുണ്ടായതായാണ് ആക്രമണത്തിന് കാരണമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഏതാനും ദിവസം മുൻപ് അഫ്വാന്റെ വീട്ടിന് സമീപത്ത് വെച്ച് പെൺകുട്ടിയെ കണ്ടതായി സമീപവാസികൾ പറയുന്നു. വിവാഹത്തിന് സമ്മതം തേടാനാണ് അഫ്സാൻ ഫർഹാനയുമായി വീട്ടിലെത്തിയത് എന്നാണ് കരുതുന്നത്. 3 വീടുകളിലായി ഞെട്ടിക്കുന്ന 5 കൊലപാതകങ്ങൾ നടന്നിട്ടും അയൽക്കാർ പോലും ഒന്നും അറിഞ്ഞില്ല. ചുറ്റികൊണ്ടുള്ള അടിയേറ്റ് തല പൊട്ടിപ്പൊളിഞ്ഞിട്ട് നിലവിളി പോലും ആരും പുറത്തു കേട്ടില്ല എന്നാണ് പറയുന്നത്. 3 വീടുകളുടെയും സമീപത്തായി നിരവധി വീടുകളാണ് ഉള്ളത്. എന്നിട്ടും പോലീസും ആംബുലൻസും എത്തിയതോടെയാണ് നടക്കുന്ന കൊലപാതക വിവരം സമീപവാസികൾ അറിയുന്നത്. കൊലപാതകങ്ങൾ നടന്ന വീടുകളിൽ ഒന്നിൽ നിന്ന് പോലും അസ്വാഭാവികമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ല എന്നാണ് സമീപവാസികൾ പറയുന്നത്. പേരുമലയിലെ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോൾ അഫ്സാൻ വീട് ഭദ്രമായി പൂട്ടി. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ട ശേഷമായിരുന്നു പോലീസിൽ കീഴടങ്ങി കുറ്റസമ്മതം നടത്താൻ സ്റ്റേഷനിലേക്ക് എത്തിയത്. രാത്രി 7 മണിയോടെ അഫ്വാന്റെ മൊഴി കേട്ട പോലീസുകാർ ആദ്യം വിശ്വസിച്ചില്ല. കൊല നടത്തിയ സ്ഥലങ്ങളും ആളുകളുടെ പേരുകളും വ്യക്തമായി പറഞ്ഞതോടുകൂടിയാണ് പോലീസ് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ പേരുമലയിലെ അഫ്വാന്റെ വീട്ടിലെത്തിയ വീട് പൂട്ടിയ നിലയിലായിരുന്നു. വീടിന്റെ പൂട്ട് തകർത്താണ് പോലീസ് അകത്ത് കയറിയത്. പോലീസ് ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്ത ശേഷമാണ് പരിശോധന ആരംഭിച്ചത്. കൊലപാതകം നടന്നു എന്ന് വ്യക്തമായതോടുകൂടി പോലീസ് അറിയിച്ചതിനനുസരിച്ച് മൃതദേഹങ്ങൾ മാറ്റുന്നതിന് പരിക്കേറ്റ ഷെമിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും ആംബുലൻസുകൾ എത്തി. നിശ്ചയിച്ചുറപ്പിച്ച കൊലപാതകങ്ങൾ നടത്താൻ അതിക്രൂരമായ മനസ്സുമായി അഫ്വാൻ എന്ന 23 വയസ്സുകാരൻ സഞ്ചരിച്ചത് 34ഓളം കിലോമീറ്ററാണ്. ആ യാത്രയിലൊന്നും കൊലപാതകത്തെക്കുറിച്ച് രണ്ടാമതൊരു ചിന്ത പ്രതിയുടെ മനസ്സിലേക്ക് എത്തിയില്ല എന്നാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. സ്വന്തം വീടായ പേരുമലയിൽ നിന്ന് അച്ഛന്റെ മാതാവ് സൽമാ ബീവിയെ കൊലപ്പെടുത്താൻ കല്ലറ പാങ്ങോടേക്ക് ആദ്യ യാത്ര. 14 കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി അമ്മുമ്മയെ തലക്കടിച്ചു കൊന്നു. പിന്നീട് 7 കിലോമീറ്റർ അകലെയുള്ള ചുള്ളാളത്തെ ബന്ധുക്കളായ ദമ്പതിമാരുടെ വീട്ടിലെത്തി അവരെയും കൊലപ്പെടുത്തി. തുടർന്ന് പെരുമലയിൽ സ്വന്തം വീട്ടിലെത്തി മാതാവ്, സഹോദരൻ, പെൺസുഹൃത്ത് എന്നിവരെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. 2 മണിക്കൂർ സമയത്തിനിടെയാണ് അഫാൻ 6 പേരെ ആക്രമിച്ചത് എന്നാണ് പ്രാഥമിക വിവരം. പിന്നീട് സ്വന്തം വീടിന് സമീപത്തിന് ഓട്ടോയിലാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയത്. ചുറ്റിക ഉപയോഗിച്ചാണ് കൊലപാതകങ്ങൾ നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം.